അതിൽ ബട്ടർ ഇഡ്ഡലി എന്ന് പറഞ്ഞത് അത് ആ വെണ്ണ കൂട്ടി തന്നെയാണ് കഴിക്കുന്നത്. പൊടി ബട്ടർ എന്ന് പറയുന്നത് സ്പൈസി വെർഷനാണ്. ആന്ധ്ര ഗൺ പൗഡർ എന്നൊക്കെ പറയും, ചട്ടിപ്പൊടി. സ്പൈസിയാണ്. പൊടി ബട്ടർ കഴിക്കുമ്പോൾ ഈ ബട്ടർ കംപ്ലീറ്റ് ആയിട്ട് പൊടിയിൽ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്ത് കഴിക്കും. ഫുള്ളായിട്ട് മിക്സ് ചെയ്യും. അടിപൊളി. ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം യാസറാണ്. നമ്മൾ കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നിങ്ങളുടെ മുമ്പിലോട്ട് വരുവാണ്. ഒത്തിരി വീഡിയോസായിട്ട് ഫുഡ് വ്ളോഗ്സ്, പിന്നെ കുറച്ച് നല്ല ട്രാവൽ വ്ളോഗ്സ് എല്ലായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇന്ന് ഞാൻ എറണാകുളത്തുണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് നല്ല കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. അത് വേറെ എവിടെയല്ല, കാക്കനാട് നമ്മൾ വീഗാലാൻഡ് പോകുന്ന റൂട്ട്, പള്ളിക്കര റൂട്ടിൽ നവോദയ ജംഗ്ഷൻ, അവിടെ നിന്ന് ഫസ്റ്റ് ലെഫ്റ്റിൽ കാണുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഭയങ്കര ഫേമസ് ആണ്, നല്ല അടിപൊളി ഫുഡാണ്. അവിടുത്തെ ഹോട്ടലിൻ്റെ പേരാണ് മൈസൂർ രാമൻ ഇഡ്ഡലി. ഈ പേര് പോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ് അവിടെ ഉള്ളത്. അവർക്ക് ഇവിടെ മാത്രമല്ല പാലാരിവട്ടത്തും ഉണ്ട്. സോ ഈ 2 ബ്രാഞ്ചസ് ഇവിടെ എറണാകുളത്തുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് നവോദയ ജംഗ്ഷൻ്റെ അവിടെയുള്ള ബ്രാഞ്ചിലേക്കാണ്. അവരുടെ മെയിൻ സ്ഥലം അവിടെയാണ്. പിന്നെ എല്ലാവരും പറയുന്ന പോലെ നമ്മുടെ ഒരു ദിവസത്തിൻ്റെ തുടക്കം, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അത് നല്ലതാണെങ്കിൽ അന്നത്തെ ദിവസം മൊത്തം അടിപൊളിയായിരിക്കും, നല്ല എനർജി ആയിരിക്കും, നല്ലൊരു പോസിറ്റീവ് വൈബ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം സെറ്റ് ആവാൻ വേണ്ടി ഞാൻ ആ എനർജിയോടെ പോവുകയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്, എൻതൂസിയാസ്റ്റിക് ആണ്. ഞാൻ എറണാകുളത്തിനായിട്ടും ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളവിടെ പോയി കഴിക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ വരിക, നിങ്ങളും എൻ്റെ കൂടെ കഴിക്കുന്നു. എന്നിട്ട് നിങ്ങൾ എല്ലാവരും ഫ്രണ്ട്സിനെ ഫാമിലിയും കൂട്ടി വന്ന് കഴിക്കണം, കാണണം, നിങ്ങളുടെ റെസ്പോൺസൊക്കെ പറയണം. അപ്പോൾ ഈ റോഡിൽ അത്യാവശ്യം ചില ട്രാഫിക് എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ ഇടയ്ക്ക് എൻ്റെ നോട്ട് അങ്ങോട്ടാണ്. അതുകൊണ്ട് രണ്ടും കൂടി ഇങ്ങനെ ഒരുമിച്ച് പോകുന്നത് നല്ലത്. അവിടെ പോയിട്ട് ബാക്കി സംസാരിക്കുന്നതാണ്. സോ നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഓക്കെ, ബൈ. പേരെങ്ങനെയായിരുന്നു? ഇവിടെ ടോക്കൺ സിസ്റ്റമാണ്. പ്രീപെയ്ഡ് കണ്ടിട്ടല്ലോ, പ്രീപെയ്ഡ് കൗണ്ടർ. ഇങ്ങനൊരു സിസ്റ്റം ഞാൻ വേറെ കണ്ടിട്ടില്ല. പ്രീപെയ്ഡ് കൗണ്ടർ എന്നൊക്കെ ടോക്കൺ സിസ്റ്റം ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. അതാവുമ്പോൾ നമ്മൾ ടോക്കൺ വൈസ് ആയിരിക്കും സർവ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് തന്നെയാണ് സർവീസ് പോകുന്നത്. ഓക്കെ. നമ്മൾ നമ്പർ വിളിച്ചായിരിക്കും വരുന്നത്. നമുക്കൊരു ബില്ല് വരുമ്പോൾ ബില്ല് ടോക്കൺ നമ്പർ ഉണ്ടാവും. ആ ടോക്കൺ നമ്പർ നമ്പർ വിളിച്ച് വരുന്ന ഓക്കെ. മൈസൂരിലെ ഇഡ്ഡലിയാണ് നമ്മൾ തട്ട ഇഡ്ഡലി എന്ന് പറയും. അതിൽ പെരുന്നേ തട്ടയുണ്ട്, മീൻസ് ബട്ടർ ഇഡ്ഡലി. അത് കൂടാതെ പൊടി ബട്ടർ. അതിൽ ബട്ടർ ഇഡ്ഡലി എന്ന് പറഞ്ഞത് അത് ആ വെണ്ണ കൂട്ടി തന്നെയാണ് കഴിക്കുന്നത്. പൊടി ബട്ടർ എന്ന് പറയുന്നത് സ്പൈസി വെർഷനാണ്. ആന്ധ്ര ഗൺ പൗഡർ എന്നൊക്കെ പറയും, ചട്ടിപ്പൊടി. സ്പൈസിയാണ്, കഴിക്കാൻ പറ്റില്ല. പിന്നെ അത് മെയിൻലി ആ ബട്ടർ മിക്സ് ചെയ്ത് തന്നെ കഴിക്കും. അല്ലെങ്കിൽ പൊടി ഇഡ്ഡലിയും കൂടെ കഴിക്കും, വൈറ്റ് പൗഡർ. കഴിക്കാൻ നേരത്ത് ചിലപ്പോൾ പൊടി എപ്പോഴും 3 മീഡിയം ഓഫ് ഫാറ്റ് ഉണ്ട്. പൊടി കോക്കനട്ട് ഓയിൽ, പൊടി ഗീ, പൊടി ബട്ടർ. ഇതിന് കോക്കനട്ട് ഓയിൽ ഗീയും നമ്മൾ ഒഴിച്ചായിരിക്കും വരുന്നത്. അത് ഓൾറെഡി മിക്സ്ഡ് ആയിരിക്കും. ബട്ടർ പക്ഷെ ഒരു സ്കൂപ്പായിരിക്കും. അത് നമ്മൾ ആ മെൽറ്റ് ചെയ്ത് തന്നെ കഴിക്കണം. ബട്ടറിന്റെ പൊടിയുടെ മേളിൽ ഈ ബട്ടർ മെൽറ്റ് ആക്കി പൊടിയും ബട്ടറും കൂടി മിക്സ് ചെയ്ത് തന്നെ കഴിക്കണം. ഇത് കേൾക്കുമ്പോൾ തന്നെ വായന വെള്ളം വരുന്നുണ്ട്. രാവിലെ ഇത്ര ഡെലീഷ്യസ് ആയിട്ടുള്ള ഈ ബട്ടറിന്റെ ഐറ്റംസ് നമുക്ക് ഡെലിവറി ഇല്ല. സ്വിഗ്ഗി സൊമാറ്റോ ഇവിടെ ഫ്രഷ് ആയിട്ട് വന്നിട്ട് ഇവിടെ വന്നാൽ കഴിക്കാൻ പറ്റില്ല. സന്ദീപേട്ടൻ പറഞ്ഞ പോലെ പ്ലെയിൻ ബട്ടർ ഇഡ്ഡലി, പിന്നെ പൊടി ബട്ടർ ഇഡ്ഡലി. ഈ 2 സാധനവും ഈ പൊടി ബട്ടർ അത് ഭയങ്കര സ്പൈസിയാണ് അവിടെ. അത് കുട്ടികൾക്കൊന്നും കഴിക്കാൻ പറ്റില്ല. നല്ല സ്പൈസി ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ഐറ്റമാണ്. പിന്നെയും എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് നമുക്ക് അതൊക്കെ ചോദിച്ചിട്ട് നമുക്ക് ടോക്കൺ പ്രീപെയ്ഡ് ടോക്കൺ എടുത്ത് നമുക്ക് ടോക്കൺ നോക്കി ബാക്കി നല്ല തിരക്കുള്ള സമയമാണ്. ആക്ച്വലി നമുക്ക് സമയത്ത് ഭയങ്കര തിരക്കാണ്. പിന്നെ അവർ പെർമിഷൻ തന്നേക്കാണ്. പിന്നെ അതുകൊണ്ടാണ് ഈ 2 ഐറ്റങ്ങളാണ്. പിന്നെ എന്താ ഉള്ളത്? പിന്നെ ഉള്ളത് മൈസൂർ മസാലയും ചില്ലി ചീസ് ടൊമാറ്റോ ദോശ. വേറെ ഐറ്റങ്ങളുണ്ട്, ബട്ട് ടോപ്പ് സെല്ലേഴ്സ് ആയിട്ട് വരുന്നത് ബെസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് മൈസൂർ മസാല ദോശയും ചില്ലി ചീസ് ടൊമാറ്റോ ദോശയും. പിന്നെ ഇതിനിവിടെ ഹോട്ട് ബീവറേജ് ആയിട്ട് എന്താ ഉള്ളത്? ഹോട്ട് ബീവറേജ് ആയിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ സെയിലുള്ളത് DJ കോഫി എന്നൊരു ഓപ്ഷനാണ്. സ്ട്രോങ് കോഫി ആയിരിക്കും. വെള്ളം ചേർക്കാത്ത പാലറ്റ് ഫുൾ മിൽക്ക് ആയിരിക്കും. അത്യാവശ്യം ഡാർക്ക് കോഫി ലവർക്ക് വേണ്ടിയുള്ളൂ. ഓക്കെ. അപ്പോൾ DJ കോഫി എന്നുള്ള ഐറ്റം ഉണ്ട്. കോഫി ലവേഴ്സിന് വേണ്ടിയുള്ള നമ്മൾ നോർമൽ കോഫി പോലെയല്ല, നല്ല അധികം വെള്ളവും ചേർക്കാണ്ട് നല്ല പ്രോപ്പറായിട്ട് ചെയ്യുന്ന കോഫിയാണ്. നമ്മൾ അതും കൂടി ട്രൈ ചെയ്യാൻ തോന്നുന്നു. നമുക്ക് ഐറ്റംസ് എല്ലാം ഓർഡർ ചെയ്തിട്ട് പോയിരിക്കാം. കാരണം ആ ചൂടുള്ള ബട്ടറിൽ അങ്ങനെ ഒഴിച്ച് കഴിക്കാൻ
നല്ല എക്സൈറ്റഡ് ആണ്. ഞാൻ രാവിലെ നല്ലൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യാണ്. നല്ല ക്ലൈമറ്റ് ആണ്, അടിപൊളി ക്ലൈമറ്റ് ആണ്. മഴയെല്ലാം ഓർഡർ ചെയ്യാം, സമയങ്ങളുണ്ട്. ഓക്കെ, ഒരു സിംഗിൾ ബട്ടർ ഇഡ്ഡലി, സിംഗിൾ പൊടി ബട്ടർ ഇഡ്ഡലി, ഒരു മൈസൂർ ബട്ടർ മസാല ദോശ, ഒരു ചില്ലി ചീസ് ടൊമാറ്റോ ദോശ, ഒരു DJ കോഫി എടുക്കാം. എത്ര പേരുണ്ട്? എത്ര പേരുണ്ടെന്നില്ല, എങ്ങനെ കഴിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ 4 സ്പെഷ്യൽ ഐറ്റവും പിന്നെ DJ കോഫിയും ഒരു DJ കോഫി ആഡ് ചെയ്യും. ടോക്കൺ എടുത്തിട്ട് അവിടെ പോയിരിക്കാം. എന്നിട്ട് ബാക്കി ഇങ്ങനെ കഴിച്ചു കാണിച്ചു. ഇതാണ് ബട്ടർ ഇഡ്ഡലി. ഇത് പൊടി ബട്ടർ ഇഡ്ഡലി. ഇത് കുറച്ച് സ്പൈസി ആണ് നമ്മുടെ സന്ധ്യയോട് പറഞ്ഞത്. ഫസ്റ്റ് കഴിക്കുന്നത് ബട്ടർ ഇഡ്ഡലിയാണ്. ബട്ടർ ജസ്റ്റ് ഇഡ്ഡലിയും ബട്ടറും മാത്രം കൂട്ടി കഴിക്കാം. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ആ ഒരു ക്വാളിറ്റി മനസ്സിലായി, ബട്ടറിന്റെ ക്വാളിറ്റി, ഇഡ്ഡലിയുടെ ക്വാളിറ്റി മനസ്സിലാവും. ഓക്കെ, അതിനുശേഷം പൊടി ബട്ടർ കഴിക്കും. പൊടി ബട്ടർ കഴിക്കുമ്പോൾ ഈ ബട്ടർ കംപ്ലീറ്റ് ആയിട്ട് പൊടിയിൽ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്ത് കഴിക്കും. ഫുള്ളായിട്ട് മിക്സ് ചെയ്യും. ഓക്കെ ഓക്കെ, അപ്പോൾ കഴിച്ചോട്ടെ. ശരി, താങ്ക് യു. കണ്ടിട്ട് തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. നല്ല ഇനി ഐറ്റംസ് വരുന്നുണ്ടല്ലോ. ചില്ലി ചീസ് ടൊമാറ്റോ, അതൊന്ന് ചില്ലി ചീസ് ടൊമാറ്റോ ദോശ, അതൊന്ന് മൈസൂർ മസാല. ഇതാണ് കുറച്ച് സ്പൈസി. അതാണ് ലൈറ്റ് സ്പൈസി വരുന്നത്. ഇത് രണ്ടും ലൈറ്റ് സ്പൈസി ആയിരിക്കും. ഇത് ചില്ലി ചീസ് ഇതിനധികം സ്പൈസി വരുന്നില്ല ആക്ച്വലി. ഇത് കഴിക്കും ചില ഇത് ജസ്റ്റ് ഫോൾഡ് ചെയ്തിട്ട് ഈ മയോണൈസിലും ഈ ടൊമാറ്റോ കെച്ചപ്പിലും ഡിപ്പ് ചെയ്താണ് കഴിക്കേണ്ടത്. ഓക്കെ ഓക്കെ ഓക്കെ, ജസ്റ്റ് മയോണൈസ് ആൻഡ് ടൊമാറ്റോ കെച്ചപ്പ്. ഓക്കെ, ജസ്റ്റ് ഈ ബട്ടർ ഒന്ന് അപ്ലൈ അപ്പൊ ഇത് ചെയ്ത് ചില്ലി ചീസ് ടൊമാറ്റോ ദോശ, ദോശ. ഇത് മൈസൂർ മസാല ദോശ. മൈസൂർ മസാല ദോശ. ഓക്കെ, ഇത് പൊടി ബട്ടർ ഇഡ്ഡലി അല്ലേ? ഇത് ബട്ടർ ഇഡ്ഡലി, പൊടി ബട്ടർ ഇഡ്ഡലി. പൊടി ബട്ടർ ഇഡ്ഡലി. ഇത് വന്ന് DJ കോഫി. സോ DJ കോഫി വൈബാണ്. ഇതും കൂടി കഴിച്ച് എല്ലാം കൂടി ഹെവി ആയിട്ട് കഴിച്ചു നോക്കട്ടെ. അപ്പൊ ഓക്കെ ഓക്കെ, കേട്ടോ. താങ്ക് യു. അപ്പൊ നമ്മള് എന്താ പറയാ, ബട്ടർ ഇഡ്ഡലി കഴിക്കുവാണ്. സ്പൂൺ വേണ്ട, കൈ എടുത്ത് കഴിക്കാം അല്ലേ? നമ്മൾ നാടൻ രീതിയിൽ തനതായിട്ടിരിക്കുന്നു. ആ ചൂടും പിന്നെ ആ ബട്ടർ എല്ലാം കൂടി മെൽറ്റായി വരുമ്പോണ്ടല്ലോ അറിയാം. ഒരു പീസ് കൂടി കഴിക്കാം. ഇതിൽ നമ്മളെ ചമ്മന്തിയിലെല്ലാം മുക്കിയിട്ട് അടിപൊളി. ഇനി കുറച്ച് ഇത് കഴിച്ചിട്ട് ഇനി ഇത് കഴിക്കാം. ഓരോ പീസ് കഴിച്ചു നോക്കാം. എന്നിട്ട് വിശദമായിട്ട് നമുക്ക് കഴിക്കാം. ഓക്കെ, പൊടി ബട്ടർ ഇഡ്ഡലി. അപ്പം ഇതിങ്ങനെ മിക്സ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. നമുക്ക് ഈ പൊടിയും ബട്ടറും കൂടി നല്ലോണം മിക്സ് ചെയ്ത് കഴിക്കണമെന്നാണ് നന്ദിവിടെ പറഞ്ഞത്. അതാണ് അതിൻ്റെ ഒരു രീതി. നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. കുറച്ച് പൊടിയും ബട്ടറെല്ലാം കൂടി ഇങ്ങനെ ഇഡ്ഡലി സെറ്റാക്കി ഇനി കഴിക്കാം അല്ലേ? മതി മതി, ഇത്രയും മിക്സ് ചെയ്യാൻ മതി. പറ്റില്ല, വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ഇത് കഴിക്കാം. ആ ബട്ടറിൻ്റെയും പിന്നെ പൊടിയുടെ ചെറിയൊരു എരിവുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും നമ്മുടെ ഈ ചമ്മന്തി പൊടിയിൽ ഞാൻ പാലക്കാടെല്ലാം പോയപ്പോൾ കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ വേറൊരു വേർഷനാണ്. ഇത് ടോട്ടലി വേറൊരു സാധനമാണ്. ഇത് മൈസൂരിലെ ഡിഷസ് ആണ്. അതാണിപ്പം ഈ മൈസൂർ രാമൻ ഇഡ്ഡലി എന്നുള്ള ഈ കടയ്ക്ക് ഇത്രയും
ഫാൻസും ഇത്രയും പേര് ഇത്രയും ദൂരം കഴിക്കാൻ പറ്റുന്ന ഇവിടെ മാത്രമേ ഇത് കിട്ടുള്ളൂ, വേറെ എവിടെയും കിട്ടില്ല. റിയലി നൈസ്. അതിൻ്റെ ടേസ്റ്റ് വേറെ, ഇത് വേറെ സാധനം, പൊടിയും ബട്ടറെല്ലാം കൂടി. ഇതിൽ ചീസും ടൊമാറ്റോയും എല്ലാം ഉള്ള സാധനമാണ്, ദോശയാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു പീസ് എടുത്തിട്ട്, വലിയ പീസാണ്, കട്ട് ചെയ്ത് വെച്ചേക്കാം അവർ ഓൾറെഡി. നമുക്ക് ഇങ്ങനെ എടുത്ത് റോൾ ചെയ്ത് കഴിച്ചു നോക്കാം. എനിക്ക് എങ്ങനെ കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ ചീസ് നല്ല ചീസി ആട്ടോ. ഇങ്ങനെ റോൾ ചെയ്തിട്ട് പ്രൊഫഷണൽ രീതിയിൽ കഴിക്കാം. ടൊമാറ്റോൻ്റെ ഒരു ചെറിയ ലൈറ്റായിട്ടുള്ള മധുരം, പിന്നെ ചീസും, പിന്നെ മസാല എല്ലാം ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാം. അതാണ് എൻ്റെ ഒരു രീതി. ഓക്കെ, എസ്പെഷ്യലി ഇതിൽ ഡിപ്പ് ചെയ്തപ്പോൾ ഉണ്ടല്ലോ, ഇത് മയോണൈസ്, ഇത് മയോണൈസ് തന്നെ ഒരു സ്വീറ്റാണ്. ഞാൻ എറണാകുളത്തിൻ്റെ ആയിട്ടും ഇങ്ങനെ ഒരു സംഭവം അറിയാണ്ട് പോയത് കുറച്ച് ലേറ്റായി ഇപ്പോൾ അറിയാൻ. നേരത്തെ അറിയണമായിരുന്നു. റൈറ്റ് ടൈമാണ്, എല്ലാത്തിനും സമയമുണ്ട്, ലാസ്റ്റാണ് ആ സമയമാണ്. ഇത് നമ്മുടെ ലാസ്റ്റ് ഐറ്റം. അത് കഴിയും. എല്ലാത്തിലും ഓരോ ബൈറ്റ് എടുത്തെന്ന് അറിയാം. ഇനി എല്ലാം ടേസ്റ്റ് ചെയ്യണം, എന്നിട്ട് വേണം ഓരോന്നായിട്ട് ഫിനിഷ് ചെയ്യാം. യെസ്, എല്ലാത്തിലും ബട്ടർ ഉണ്ട് കേട്ടോ. ബട്ടർ ഇങ്ങനെ ഇട്ടിട്ട് ഫുൾ സെറ്റപ്പാക്കി വെച്ചേക്കണം. ഒരു പീസ് ഇങ്ങനെ പിഞ്ച് ചെയ്ത് എടുത്തിട്ട് കഴിച്ചു നോക്കാം. കഴിക്കാം. നല്ല ക്രിസ്പി ആട്ടോ, നല്ല ക്രിസ്പിയാണ്. നമ്മളിങ്ങനെ ജസ്റ്റ് എടുക്കുമ്പോൾ തന്നെ ഇത് കുറച്ച് ഡിപ്പ് ചെയ്യാം നമ്മുടെ സമയം. നമ്മളൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ ബെസ്റ്റ് മെനു ആണ്, ബെസ്റ്റാണ്, ഈ ബെസ്റ്റ്. നമുക്കിപ്പം വെജ് മാത്രമല്ല, നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിലും രാവിലെ ഇങ്ങനത്തെ ഒരു ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മൊത്തം നമ്മളൊരു റീഫ്രഷ് ആവും, നമ്മുടെ ഒരു നല്ല എനർജറ്റിക് ആവും. നമ്മൾ നല്ല ടേസ്റ്റ്, നല്ല ക്രിസ്പിയാണ്. ഇതിൻ്റെ എല്ലാ സാധനങ്ങളും നമ്മൾ ദോശ പല സ്ഥലത്തും കഴിച്ചിട്ടുണ്ട്, ഇഡലി പല സ്ഥലത്തും കഴിക്കുന്നുണ്ട്. പക്ഷേ ഇതങ്ങനെയാണ്, ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ DJ കോഫിനെ പറ്റി സന്ധ്യയോടെ പറഞ്ഞത്, ഇത് സ്പെഷ്യലാണ്. ലൈക്ക് നോർമൽ കോഫി പോലെയല്ല, ഇതിൽ എല്ലാം വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവാണ്. നല്ല തിക്കായിട്ടുണ്ടാക്കിയ അടിപൊളി കോഫിയാണ്. പുള്ളിയുടെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് DJ കോഫി കൊണ്ടാണെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ ദിവസം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കട്ടെ. ഈ തൊട്ട് DJ കോഫി വേണ്ടി വരും ഇത്. നല്ല അടിപൊളി കോഫി. ഈവൻ രാവിലെ ഒരു കപ്പ് ഈ ഒരു കോഫി കുടിക്കുക, പിന്നെ വേറെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല, നല്ല ഹെവിയാണ്. അതിൻ്റെ ഞാൻ പറഞ്ഞില്ല, ഇപ്പം കോഫിയുടെ കണ്ടന്റ് ആണെങ്കിലും ഇതിൽ മിൽക്ക് ആണെങ്കിലും എല്ലാം നമ്മൾ യൂഷ്വലി ഇടുന്നതിനേക്കാളും കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ നമുക്കൊരു ഹെവിനെസ് കിട്ടും. നല്ല ഹെവി കോഫിയാണ്. ഒരു മോർണിംഗ് ഡേ സ്റ്റാർട്ട് ചെയ്യാൻ, ഒരു ദിവസം തുടങ്ങാൻ, നമ്മുടെ ഒരു ഫുൾ ഡേ എനർജി കിട്ടാൻ ഈ കോഫി തന്നെ ധാരാളമാണ്. പിന്നെ ഇത്രയും ഐറ്റംസ് കൂടി വരുമ്പോൾ പിന്നെ പറയാനില്ല. അപ്പം ഞാൻ ഓരോന്നോരായിട്ട് ബാക്കി കൂടി ഫിനിഷ് ചെയ്യട്ടെ. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കാര്യം വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്, ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇതെല്ലാം കണ്ടാൽ മാത്രം പോരാ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അവരും പോയി കാണട്ടെ. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ അല്ലേ. പിന്നെ പറ്റുമ്പോൾ ഒരു ലൈക്കും, പിന്നെ നിങ്ങൾക്ക് എന്താണ് കമൻറ്റ് ചെയ്യാൻ ജെന്യൂനായിട്ട് തോന്നുന്നത് കമൻറ്റ് ചെയ്യുക. അത് എന്താണെങ്കിലും നിങ്ങളുടെ കമൻറ്റ് ഇടുമ്പോഴാണ് നമുക്കത് ഭയങ്കര ഒരു വൈബ് കിട്ടുന്നത്, നമുക്കത് എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് അറിയുന്നത്. സോ വെയിറ്റിംഗ് ഫോർ യുവർ കമൻറ്റ്. അപ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഞാൻ പറയില്ല കേട്ടോ, ഞാൻ ഇടയ്ക്കൊക്കെ പറയും, ഞാൻ കഴിക്കട്ടെ കേട്ടോ. ഓക്കെ, ബൈ.